ചികിത്സാ പിഴവിനെ തുടർന്ന് തിരുവനന്തപുരം മുൻ ജില്ലാ കളക്ടർ എം നന്ദകുമാർ ഗുരുതരാവസ്ഥയിലായ സംഭവത്തിൽ പോലീസ് അന്വേഷണം പുരോഗമിക്കുന്നു. കഴിഞ്ഞ മാസം 16-ന് തലയിൽ രക്തസ്രാവം ഉണ്ടായതിനെ തുടർന്നാണ് നന്ദകുമാറിനെ തിരുവനന്തപുരം SP മെഡിഫോർട്ട് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. ന്യൂറോ സർജൻ ഡോക്ടർ കെ ശ്രീജിത്തിനെ പ്രതിയാക്കിയാണ് കേസ്. ആശുപത്രി അധികൃതരുടെ മൊഴി രേഖപ്പെടുത്തിയതിനു ശേഷമാകും തുടർ നീക്കങ്ങൾ. ഡാൻ കുര്യൻ കൂടുതൽ വിവരങ്ങളുമായി ചേരുകയാണ്. ഡാൻ, ഈ സംഭവവുമായി ബന്ധപ്പെട്ട കൂടുതൽ വിശദാംശങ്ങൾ നമുക്ക് ലഭ്യമാകുന്നത് എങ്ങനെയാണ്? കഴിഞ്ഞ മെയ് 17-ാം തീയതിയായിരുന്നു ഈ തലച്ചോറിലെ രക്തസ്രാവത്തെ തുടർന്ന് അദ്ദേഹത്തിന് ശസ്ത്രക്രിയ നടത്തിയത്. പക്ഷേ ശസ്ത്രക്രിയ നടത്തിയതിനു ശേഷം അദ്ദേഹത്തിന് സാധാരണ അവസ്ഥയിലേക്ക്, ബോധാവസ്ഥയിലേക്ക് ഇതുവരെ തിരികെ വരാൻ കഴിഞ്ഞിട്ടില്ല. അദ്ദേഹം കോമ സ്റ്റേജിൽ തന്നെ തുടരുകയാണ്. ഇത് ഈ ന്യൂറോ സർജന്റെ, നേരത്തെ സൂചിപ്പിച്ച ന്യൂറോ സർജന്റെ ഭാഗത്തു നിന്നുണ്ടായ പിഴവാണ് ഇങ്ങനെ ഗുരുതരമായ ഒരു ആരോഗ്യ പ്രശ്നത്തിലേക്ക്, ജീവൻ അപകടത്തിലാകുന്ന തരത്തിലേക്ക് നന്ദകുമാറിനെ എത്തിച്ചത് എന്നാണ് അദ്ദേഹത്തിന്റെ മകൾ വഞ്ചിയൂർ പോലീസിന് നൽകിയിരിക്കുന്ന പരാതിയിൽ പറയുന്നത്. വഞ്ചിയൂർ പോലീസാണ് ഇതുമായി ബന്ധപ്പെട്ട കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം നടത്തുന്നത്. ശംഖുമുഖം അസിസ്റ്റന്റ് കമ്മീഷണർ മേൽനോട്ടം വഹിക്കുന്ന അന്വേഷണത്തിൽ ആശുപത്രി അധികൃതരുടെ ഭാഗത്തു നിന്ന് വിശദമായ മൊഴി രേഖപ്പെടുത്തിയതിനു ശേഷമായിരിക്കും ഏത് തരത്തിലുള്ള പിഴവാണ് സംഭവിച്ചിരിക്കുന്നത്, അതിൽ ബോധപൂർവം ഈ പിഴവ് വരുത്തിയതാണോ എന്നതടക്കമുള്ള കാര്യങ്ങളിലൊക്കെ അന്വേഷണം നടക്കുക. എന്തായാലും ഈ കുറ്റം തെളിഞ്ഞാൽ അത് ഈ ന്യൂറോ സർജനെതിരെ ഗുരുതരമായ മറ്റ് നടപടികളിലേക്ക് കടക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ എത്തിക്കുമെന്നാണ് നമുക്ക് ഇപ്പോൾ ലഭിക്കുന്ന സൂചനകൾ. ഡാൻ കുര്യനാണ് വിശദാംശങ്ങൾ പങ്കുവച്ചത്.